ബുദ്ധിമതി പോലെ എനിക്കും ഇങ്ങോട്ട് വാട് കടുവേ, ബുദ്ധിയുണ്ടില്ലെന്ന് കാണിച്ചു തരാൻ ഞാൻ. അല്ല, നിങ്ങളിത് കേട്ടില്ലേ? വായി നോക്കി നിൽക്കാതെ പറയായിരുന്നില്ലേ നിങ്ങളുടെ അനിക്കുട്ടി പുലിയാണെന്ന്? അതെങ്ങനെ? എന്നെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടം കടുവയല്ലേ? പിന്നെ കലിപ്പിലാണല്ലോ. ആ, ഇനി യാശൊന്ന് മെരുക്കിയെടുക്കട്ടെ, നമുക്ക് ഗാലറിയിൽ നിന്ന് അടി കാണാം. കഴിഞ്ഞോ? അനു കലിപ്പിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽ ചാരി അവളെ നോക്കി ഒരു കള്ളച്ചിരിയോട് നിൽക്കുമായിരുന്നു യാഷ്. എന്ത്? ഒറ്റപ്പുരിക്കം പൊക്കി അവനെ നോക്കി കലിപ്പിൽ ചോദിച്ചു. അല്ല, ഒറ്റയ്ക്ക് എന്നെ തെറി വിളിച്ച് തീർന്നോന്ന്? ഇനി നേരിട്ട് വിളിച്ചോ? അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി നടന്നു വന്നു. കൈകൊണ്ട് മേശയിൽ തടവിക്കൊണ്ടാണ് അവളുടെ അടുത്തേക്ക് അവൻ നടന്നിരുന്നത്. അവന്റെ നടത്തത്തിനനുസരിച്ച് അവൾ പിന്നോട്ട് നടന്നു. അതെ, ഇങ്ങോട്ട് തള്ളിക്കേറി വരുന്നേ, മാറി നിൽക്കും. രണ്ടടി പിന്നോട്ട് നിൽക്ക് കടുവേ. എൻ്റെ അടുക്കക്കുരുവി, ഇപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല പെണ്ണേ. എല്ലാവരും എനിക്ക് കൊറോണ ഒന്നും ഇല്ലെന്നേ. ഒരു കുസൃതിച്ചിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ വലിച്ചു ചേർത്തു ചുവരെ നിർത്തി. അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിപ്പോയി. മാറ് ബുദ്ധിയുള്ള കടുവേ, എല്ലാവരും ഇരിക്കുമ്പോൾ എന്നെ പുഷിച്ചിട്ടിപ്പോൾ വന്നേക്കുവാ, ഇങ്ങ് മാറിയേ. അവനെ തള്ളി മാറ്റി പോകാനാഞ്ഞതും അവൻ അവളെ വലിച്ച് ബെഡിലിട്ടു. എന്നിട്ട് അവളെ രണ്ട് കൈ കൊണ്ട് ലോക്ക് ചെയ്തു അവളുടെ മേലേക്ക് ചാഞ്ഞു. അയ്യോ, ഈ കാലിനെ പീഡിപ്പിക്കാൻ പോകുന്നേ അമ്മേ! പെട്ടെന്ന് പറയാൻ വന്നതും യാഷ് അവളുടെ ചുണ്ടുകൾ അവന്റെ ചുണ്ട് ചേർത്തു. അവന് കണ്ണ് മേഴിച്ചുകൊണ്ട് അവനെ നോക്കി. അവളുടെ മേൽചുണ്ടിനെ അവൻ കടിച്ചെടുത്തു നുണഞ്ഞു. അവളുടെ കൈകൾ അവന്റെ തലമുടിയിൽ കൊരുത്തു വലിച്ചു. ഒടുവിൽ അവൻ അവളുടെ കീച്ചുണ്ടിനെയും നുണഞ്ഞുകൊണ്ട് അവൾ വരിഞ്ഞു മുറുകിയിരുന്നു. അവളുടെ ചുണ്ടുകൾ രക്തം പൊടിഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ അവൻ അവന്റെ ചുണ്ടുകൾ വേർപ്പെടുത്തി. അവൾ എരിവ് വലിച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. ഇനി എവിടെ കിടന്ന് വിളിച്ചു കൂവിയുണ്ടല്ലോ, വീണ്ടും ഞാൻ ഈ ചുവന്ന പൂക്കല്ല തീന്നുകരും വേണ്ടി കുരുട്ടെ. അവൻ മീശത്തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ രണ്ട് കൈയും കൊണ്ട് വാ പൊത്തിപ്പിടിച്ച് വേണ്ടെന്ന് തലയാട്ടി. അവ പേടിയുണ്ട് കാന്താരി മുളകിന്. അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് പോണം, മാറി കണ്ണിട്ട. അവനെ നോക്കാതെ പതർച്ചയോടെ അവൾ പറഞ്ഞു, എൻ്റെ അനിക്കുട്ടിയെ, നീ ഇങ്ങനെ പേടിച്ചാലോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെ നടത്തും? നിനക്കറിയോ, കാശ്മീരിലെ തണുപ്പിൽ ഒരു ബെഡിൽ ഒരു പുതുപ്പിൻ്റെ കീഴിൽ നമ്മൾ രണ്ടുപേരും മാത്രം. ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോഴും ഫ്ലൈറ്റ് പിടിച്ചാലെന്നും ആലോചിക്കുക. ഒരു പ്രത്യേക നാണത്തിൽ അവളുടെ മുഖത്തോട് വിരലോടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവന് വാ തുറന്ന് അവനെ തന്നെ നോക്കി നിന്നു. അയ്യോ, ഒന്ന് പോ മനുഷ്യ. അവൾ മുഖം പൊത്തി കിടന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മേലെ നിന്നും സൈഡിലേക്ക് കിടന്നു. എന്തിനാ കടുവേ ഇങ്ങനെ കിടന്ന് കിണിക്കുന്നു? അന്ന് ഫസ്റ്റ് നൈറ്റിൽ അമ്മ തന്നു വിട്ട പാല് ഒറ്റയ്ക്ക് കുടിച്ച് എൻ്റെ അനിവനെ ഓർത്തുപോയതാ. ഇനി അവിടെ പോലും ഒറ്റയ്ക്ക് എടുത്ത് കുടിച്ചേക്കില്ല പൊന്നെ. അവിടെ പാലാണോ ഷെയ്ക്കാണോ തിരിച്ചറിയാൻ പോലും പറ്റില്ല. പിന്നെ അല്ലേ ഫസ്റ്റ് നൈറ്റ് വല്ല വെടിയുണ്ടും വരാതിരുന്ന ഭാഗ്യം. അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റിരുന്ന് മുടി കെട്ടിവെച്ചു. അതൊക്കെ എന്താണെന്ന് എൻ്റെ അനിക്കുട്ടിക്ക് ചേട്ടൻ പറഞ്ഞു തരാട്ടോ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. വന്ന് കടുവ ഇപ്പൊ പഞ്ചാര കുഞ്ചു ആവുന്നുണ്ട്. അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അതെ, പോകുമ്പോ ചുണ്ടിൽ എന്താ പറ്റിയെന്ന് ആരെങ്കിലും ചോദിച്ചാ ഉറുമ്പ് കടിച്ചാന്ന് പറഞ്ഞാൽ മതി. തലയിൽ കൈ ഊന്നി കട്ടിയിൽ ചിരിഞ്ഞു കിടന്നുകൊണ്ട് അവനൊരു കള്ളച്ചിരിയോട് പറഞ്ഞു, ഒരു പട്ടി കടിച്ചു എന്ന് പറയാൻ കേട്ടോ. ഇനി എങ്ങനെ പോയി അവിടെ നിൽക്കും? ഷടാ, ഇതിപ്പോ 2 കൺട്രി സിനിമയിലെ ഉല്ലാസിന്റെ ചുണ്ടു പൊട്ടിച്ച് പോലെ ആയി പോയല്ലോ. കണ്ണാടിയിൽ നോക്കി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് സ്വയം നോക്കി അവൾ പറഞ്ഞു. വിട്ടേ തന്നെ 4 പാക്കിംഗ് കഴിഞ്ഞു, റെഡിയായി. ഭൂമിയിലെ സ്വർഗമായ കാശ്മീരിലേക്ക് പറക്കാൻ അവിടെ തങ്ങൾക്കായി കാത്തിരിക്കുന്നതും എന്താണെന്നറിയാതെ. എല്ലായിടത്തുള്ള മക്കളെ, ഗായത്രി അവരുടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബാഗിൽ നോക്കിക്കൊണ്ട് അനിയോടായി ചോദിച്ചു. ഓവ് എൻ്റെ മാതാശ്രീ, അപ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞ് കാണാട്ടോ. ഗായത്രി ചുറ്റിപ്പിടിച്ച് ഒരു ഉമ്മ നൽകിക്കൊണ്ട് അവൻ പറഞ്ഞു. ഞാനും അവിടെ ഇടയിലെ വലിഞ്ഞു കയറിക്കൊണ്ട് ദച്ചു ഗായത്രിയുടെ കവൾ ഒരു ഉമ്മ കൊടുത്തു. സ്നേഹപൂർവ്വം അവർ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും പുറത്ത് കണ്ണൻ്റെ കാർ വന്നു നിന്നു. അതിൽ നിന്നും എന്തോ ഒരു സാധനം പാഞ്ഞു ചെന്നു കിഷോറിന്റെ മടിയിൽ കയറിയിരുന്നു. ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ട അച്ഛാ? തലയിൽ കൈവച്ചുകൊണ്ട് യാഷ് പുറകെ കയറി വന്നുകൊണ്ട് കിഷോറിനെ നോക്കി പറഞ്ഞു. കിഷോർ ചിരിയോടെ തൻ്റെ മടിയിലിരിക്കുന്ന അനുവിനെ നോക്കി. അദ്ദേഹത്തെ കഴുത്തിലൂടെ കൈയിട്ട് അവൾ ചുറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. എടി കുരിപ്പേ, ഇപ്പൊ നിന്റെ ഈ പ്രവസനം എന്തിനാണെന്ന് എനിക്കറിയാട്ടോ. അനുവിനെ നോക്കി അനി പുച്ഛത്തോടെ പറഞ്ഞു. കണ്ണും തെച്ചും കാര്യം അറിയാതെ അനിയെ മേച്ച് നോക്കിയിരുന്നു. എൻ്റെ അളിയ, പണ്ട് മുതലേ ഈ ഇരിക്കുന്ന മുതലുണ്ടല്ലോ, കുശുമ്പിന്റെ ഹോൾസെയിലാണ്. ഇതിപ്പോ വേറെ ഒന്നുമല്ല. ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതും ദച്ച് കെട്ടിപ്പിടിച്ചതും
ഇതിന് പിടിച്ചിട്ടില്ല. അതിനാ ഞാനൊക്കെ മുമ്പ് ഓടിപ്പോയി അച്ഛൻ്റെ മടിയിൽ റിസർവേഷൻ ചെയ്തത്. ഒരു കുറുമ്പോട് അനി അവളെ നോക്കി പറഞ്ഞു. അതിനവൻ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അവൾ തിരിഞ്ഞിരുന്നു. അയ്യോ കഷ്ടം. അതാണല്ലേ പുറത്ത് സ്ലോ മോഷനിൽ നിന്ന് ഈ സാധനം ജെറ്റ് വിട്ട പോലെ അകത്തേക്ക് ഓടിയേ. യാഷ് ചുണ്ട് കൂട്ടിക്കൊണ്ട് അവളെ നോക്കി പറഞ്ഞു. പോ കടുവേ. അവൾ പൂച്ചിച്ചുകൊണ്ട് കെറിവിച്ചിരുന്നു. മതി, എല്ലാം ഇറങ്ങാൻ നോക്കാം അങ്ങോട്ട്, ഫ്ലൈറ്റിന് സമയാകാറായി. കിഷോർ ഓർമ്മിപ്പിച്ചു. അതിനൊരു ബ്ലാക്ക് ജീൻസും റെഡും ബ്ലാക്കും ചേർന്ന ചെക്ക് ഷർട്ടുമായിരുന്നു വേഷം. ധരിച്ച് ഒരു ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും ഇട്ടു. അങ്ങനെ അവർ ശ്രീനഗർ എയർപോർട്ടിൽ ചെക്കിങ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. അവരെ കാത്ത് യാഷിന്റെ ഫ്രണ്ടായ വിഷ്ണു ഉണ്ടായിരുന്നു അവിടെ. മുൻപ് കാർത്തി വന്നൊരു പാട്ടിൽ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, പൊളിറ്റിക്സിൽ കാശ്മീരിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതല്ലാതെ എനിക്ക് കൂടുതലൊന്നും കാശ്മീരിനെ കുറിച്ച് അറിയില്ല. എല്ലാം ഗൂഗിൾ സേച്ചിയുടെ അനുഗ്രഹം. യാഷിനെ കണ്ടതും വിച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു. മച്ചു! വിച്ചു ഓടിപ്പോയി യാഷിനെ കെട്ടിപ്പിടിച്ച് യാഷ് തിരികെയും. എത്ര നാളാണ് നമ്മളിങ്ങനെ കണ്ടിട്ട്? വിച്ചു പിടിവിട്ടുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു. അനി, ഇത് വിഷ്ണു വിജയ്, എൻ്റെ വിച്ചു. യാഷ് വിച്ചുവിനെ അനിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഹലോ, ഞാൻ അനികൻ, യാഷിൻ്റെ ഒരേ ഒരു അളിയൻ. വിച്ചുവിന് കൈ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. ഓ, അപ്പോൾ ഇങ്ങനെയാണോ അന്ന് കാർത്തി പറഞ്ഞ കടുവയുടെ ചങ്കുകളിലൊന്ന്? അനി വിച്ചുവിനെ മൊത്തത്തിൽ സ്കാൻ ചെയ്തുകൊണ്ട് മനസ്സിലാലോചിച്ചു. ഏയ്, എന്തെൻ്റെ പെങ്ങളുട്ടി ഇങ്ങനെ നിൽക്കുന്നേ? എടാ, നീ പാം കൊച്ചിനാണോ ആറ്റം ബോംബെന്ന് വിളിച്ചത്? അനുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് വിച്ചു യാഷിനെ നോക്കി. നശിപ്പിച്ചു. യാഷ് പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി. തന്നെ ഇപ്പോൾ കയ്യിൽ കെട്ടിയ തട്ടിക്കളയാൻ പാകത്തിന് അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അവൾ. ആറ്റം ബോംബാണോ ഹൈഡ്രജൻ ബോംബാണോന്ന് നീ കോണിച്ചു തരടോ പോരട്ടെ കടുവേ. അവനെ നോക്കി കുറിച്ചുകൊണ്ട് അവൾ അനിയുടെ അടുത്ത് പോയി നിന്നു. എന്നാൽ നമുക്ക് പോയാലോ? ശാന്തമാക്കാൻ അനി ഇടയ്ക്ക് കയറി പറഞ്ഞു. അവൻ ശ്രീനഗറിലേക്ക് യാത്ര തിരിച്ചു. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് കാശ്മീർ. ഈ ശ്രീനഗർ ഉണ്ടല്ലോ, തടാകങ്ങളുടെ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. ഒരാഴ്ച ഒന്നും പോരാതെ വരും ഇവിടെ നിന്ന് ചുറ്റിക്കാണാൻ. വിച്ചു കാശ്മീരിനെ കുറിച്ച് ഓരോന്ന് പറയുന്നത് കേട്ട് അനു അവനെ തന്നെ നോക്കിയിരുന്നു. അല്ലടാ, ലോക്ക് സിറ്റി എന്നാണോ അതോ പീരങ്കി സിറ്റി എന്നാണോ ശരിക്കുള്ള പേര്? ഒരു കുസൃതി ചിരിയുടെ അനുവിനെ എറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് യാഷ് വിച്ചുവിനോടായി പറഞ്ഞു. പീരങ്കി സിറ്റിയോ? വിച്ചു അതിശയത്തോട് അവനെ നോക്കി. അതെടാ, ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ചില കുരിപ്പുകൾ പറഞ്ഞത് എന്താണെന്നറിയോ നിനക്ക്? ഇവിടെ ബോംബും പീരങ്കിയും തീവ്രവാദിയല്ലേ ഉള്ളൂ എന്ന്. യാഷ് പറഞ്ഞതും ഹനിയും ദച്ചും കൂടെ അവൻ്റെ കൂടെ ചേർന്ന് ചിരി തുടങ്ങി. അവരെല്ലാം അനുവിനെ നോക്കി ചിരിക്കുന്ന കണ്ട് വിച്ചുവിൻ്റെ കാര്യം മനസ്സിലായി. എടാ മതിയാക്ക്, എനിക്ക് മനസ്സിലായി. എൻ്റെ പെങ്ങളെ നീക്കെ കൂടി കളിയാക്കുന്നത് കേട്ടോ. മോള് പേടിക്കണ്ട കേട്ടോ. അതൊന്നുമല്ല, കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. മുഖം കയറ്റിപ്പിടിച്ചിരുന്ന അനു വിച്ചുവിൻ്റെ സമാധാനപ്പെടുത്തൽ കേട്ടതോടെ അവനെ പുച്ഛിച്ചുകൊണ്ട് അവനെ നോക്കിയിരുന്നു. അന്ന് യാത്രാക്ഷീണം കൊണ്ട് അവർക്കായി ബുക്ക് ചെയ്ത റിസോർട്ടിലെ റൂമിലേക്ക് അവൻ പോയത്. 2 ജോഡികൾക്കും ഹണിമൂൺ സ്യൂട്ടും വിച്ചുവിന് വേറെ റൂമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. ഇന്നെല്ലാം റെസ്റ്റ് എടുത്തോ, നാളെ രാവിലെ നമുക്ക് നിഷാദ് ബാഗിലേക്കാണ് ആദ്യം പോകേണ്ടത്. വിച്ചു അവരോട് ഓർമ്മിപ്പിച്ചു. നിഷാദ് ബാഗോ? അതെന്ത് ബാഗ്? ഇനി എന്തെങ്കിലും ബാഗ് കമ്പനിയാണോ വിച്ചുവേട്ടാ? അതിന് നഗ്നമായ ആലോചനയിലൂടെ അവനെ നോക്കി ചോദിച്ചതും വിച്ചുവിന് ചിരി പൊട്ടി. അവനെ കണ്ണു മിഴിച്ച് അവനെ നോക്കി. യാഷ് ഇപ്പൊ എന്താ എന്ന ഭാവത്തിൽ വിച്ചുവിനെ നോക്കി. എന്നെ അനിക്കുട്ടി, അത് ആരുടെയും ബാഗല്ല. നിഷാദ് ബാഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ 2ാമത്തെ മുഗൾ ഗാർഡനാണ്. ആനന്ദത്തിന്റെ പൂന്തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. നാളെ നമുക്കെല്ലാം വിശദമായി കാണാം കേട്ടോ. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇത് കണ്ട എനിക്ക് ചെറിയൊരു കുശുമ്പ് തോന്നിയിരുന്നില്ല. അങ്ങനെ അവർ 5 പേരും റൂമിലേക്ക് പോയി. റൂമിനുള്ളിൽ കയറിയ ദച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു. അത്രയും മനോഹരമായാണ് ആ റൂം ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. ഒരു തൂവെള്ള ബെഡിൽ 2 അരയന്നങ്ങൾ കുക്കുരുമിരിക്കുന്നുണ്ടായിരുന്നു. റോസ് പെറ്റൽസ് കൊണ്ട് ബെഡ് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രാഗ്രൻസ് കാൻഡിൽസ് നിറയെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അസ്തമയ സൂര്യന്റെ പ്രകാശകിരണങ്ങൾ ആ റൂമിലെ ജനലിലൂടെ അരിച്ചിറങ്ങുന്നുണ്ട്. മഞ്ഞു വീഴ്ച തുടങ്ങിയിരിക്കുന്നു. റൂമിൽ നല്ല തണുപ്പുണ്ട്. കൈകൾ കൊണ്ട് തണുപ്പിനെ ഒരുവിധം അകറ്റാൻ അവൾ കൈകൾ കൂട്ടി തിരുമ്പുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവളുടെ കഴുത്തിടുക്കിൽ പ്രിയപ്പെട്ടവന്റെ ശ്വാസം അനുഭവപ്പെട്ടതും ഒന്നുകൂടി അവളൊന്ന് വിറച്ചുപോയി. ചെന്ന് കുറുകിക്കൊണ്ട് തിരിഞ്ഞവന്റെ നെഞ്ചിൽ മുഖാമർത്തി നിന്നും. തണുക്കുന്നുണ്ട് അനിയേട്ട. കൊഞ്ചിലൂടെ അവൾ അവനെ ചുറ്റി വരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അനിയും തിരിച്ച് അവൾ ഇറകിയെ പുണർന്നു. അവളുടെ നെറുകയിൽ അവൻ നേർമയായി ഒന്ന് മുത്തി. ദച്ചു കുളിക്കണ്ടേ? അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു. തണുക്കുക, എനിക്ക് വയ്യ അനിയേട്ട, ഇങ്ങനെ നിന്നാ മതി. അവനൊന്നുകൂടി മുറുകെ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നല്ല തണുപ്പായതുകൊണ്ട് ദച്ചു അനിയിൽ നിന്നും അടർന്നു മാറാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പതുക്കെ അവളെ ബെഡിലിരുത്തി
അവൻ എന്താ ചെയ്യുന്നത് നോക്കിയിരുന്നു. ബാഗിലുണ്ടായിരുന്ന ഒരു സ്വെറ്റർ എടുത്ത് അവൾക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ടും ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിറയ്ക്കുന്ന അവളെ കാണേ അവന് ചിരി വന്നു. തന്നെ നോക്കി ചിരിക്കുന്ന അനിയെ ദച്ച് കൂർപ്പിച്ച് നോക്കി. എൻ്റെ പൊന്നു, കാശ്മീരിൽ തന്നെ ഹണിമൂണിന് വരണമെന്ന് വാശി പിടിച്ചിട്ട് ഇപ്പോൾ കണ്ടില്ലേ, വന്നിറങ്ങിയപ്പോൾ തന്നെ പല്ല് കൂട്ടിയടിച്ചിരിക്കുന്നത്. അവൻ അവളുടെ അടുത്ത് ബെഡിൽ വന്നിരുന്നു. എനിക്ക് തണുക്കുന്നുണ്ടോന്നല്ലേ, എന്നെ ഇങ്ങനെ കളിയാക്കണ്ടോ, ചുണ്ട് കൂർപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൾ ബെഡിൽ കയറി കിടന്നു. അവൻ കുസൃതി ചിരിയാലെ അവളുടെ അടുത്തേക്ക് ചാഞ്ഞു. ഒരു കൈ തലയിൽ താങ്ങി ചിരിഞ്ഞു കിടന്നു. അവളെ നോക്കി ദച്ച് അവൻ നോക്കുന്നത് കണ്ട് പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു. അനി അവളുടെ കുശുമ്പ് കണ്ട് ചിരിയോടെ അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു. അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് ബെഡ്ഷീറ്റിൽ മുറുകെ പിടിച്ചു. തണുപ്പ് മാറ്റി തരട്ടെ ഞാൻ, അവളുടെ കഴുത്തിൽ മുഖം ചേർത്തുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു. അവൾ പകപ്പോട് അവനെ നോക്കി. അവൻ മുഖമുയർത്തി അവളെ നോക്കി. അവൻ്റെ മുഖത്തെ ഭാവ വ്യത്യാസങ്ങൾ അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടിക്കൊണ്ടിരുന്നു. ദച്ചുവിൻ്റെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് വിറക്കുന്ന ചുണ്ടുകളിലേക്കും അവൻ്റെ മിഴികൾ തങ്ങി നിന്നു. അവൻ തൻ്റെ മുഖം താഴ്ത്തി അവളുടെ നെറുകയിലൊന്ന് മുത്തി. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു കിടന്നു. അവളുടെ കൂമ്പിയടഞ്ഞ കണ്ണുകളിൽ അവൻ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. അവളുടെ മൂക്കിൻ തുമ്പിലും ഇരു കവിളുകളും മാറി മാറി അവൻ അമർത്തി മുത്തി. അവളുടെ ചുവന്ന തുടുത്ത ആദരങ്ങളിലേക്ക് അവൻ തൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു. ആദ്യം കീച്ചുണ്ടിനെ നുണഞ്ഞുകൊണ്ട് അവൻ അവളുടെ മേൽചുണ്ടിലേക്ക് ചേക്കേറി. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു. യാന്ത്രികമായി അവളുടെ വിരലുകൾ അവൻ്റെ തലമുടിയിൽ കുരുത്ത് പിടിച്ചു. തീവ്രമായ ചുംബനത്തിനിടയിൽ ശ്വാസം അവർക്കിടയിൽ വിലങ്ങുതടിയായതോടെ മനസ്സോടെ അവൻ അവളുടെ അതരങ്ങളിൽ നിന്നും അവൻ്റെ അതരങ്ങൾ പിൻവലിച്ചു. അവളെയും കൊണ്ട് അവനെന്നും മറിഞ്ഞു. അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അവൻ കിടന്നു. കിതപ്പോടെ ദച്ചു അവന് നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു. ഇപ്പൊ തണുക്കുന്നുണ്ടോ എൻ്റെ ദച്ചുവിന്? അവൻ കണ്ണിറക്കിക്കൊണ്ട് അവളെ നോക്കി ചോദിച്ചു. അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് കിടന്നു. പുറത്തെ സായാഹ്ന സൂര്യൻ്റെ ചുവപ്പ് അവളുടെ കവിളിലേക്ക് പടർന്നതുപോലെ അവന് തോന്നി. തങ്ങളുടെ റൂമിലേക്ക് കയറിയ അനു അകത്തെ ഡെക്കറേഷൻ കണ്ട് കണ്ണ് തള്ളി. ഷടാ, ഒന്നാമത് അങ്ങനെ ഇപ്പോൾ ചങ്ങലക്കെട്ട കാമദേവന, അതിൻ്റെ കൂടെ ഓരോന്ന് കാണിച്ചു വെച്ചിരിക്കുന്നു. ഈശ്വര, ആ കഴിവുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചു നിൽക്കുന്ന അവളെ കണ്ടതും കണ്ണും വീഴ്ച അവൻ നോക്കിയെന്നു. അവൻ ചുറ്റിലും സംശയത്തോടെ നോക്കി. മുറിയെങ്ങാനും മാറിപ്പോയോ? ഇതിവിടുത്തെ പൂജാമുറിയൊന്നുമില്ലല്ലോ. അവൻ ചുറ്റിലും കണ്ണോടിക്കുന്നത് കണ്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. നിങ്ങൾ എന്താ അവിടെ കഥകളി നടത്തുന്നു? അനു സംശയത്തോടെ അവൻ നോക്കി ചോദിച്ചു. ഞാൻ വിചാരിച്ചു മുറി മാറിപ്പോയെന്ന്. നീ എന്താ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നാണോ? അവൾ സംശയത്തോടെ നോക്കിയിട്ട് ബാഗ് കൊണ്ട് അവൻ റൂമിലെ വാർഡ്രോപ്പിൽ വെച്ചു. ഏയ്, ഞാൻ വെറുതെ തണുക്കുന്നു, അവൾ ഓരോന്ന് മുറിഞ്ഞ് പറഞ്ഞു. നീ ആ സെറ്റർ എടുത്തിട്ടോ, തണുക്കൊണ്ടേ. എല്ലേനി ഇനി കുളിയൊന്നും കാണത്തില്ല, വെള്ളമറിച്ചായവളെ ഇനി ഈ തണുപ്പത്ത് കുളിക്കാൻ പോകുന്നത്. അവളെ തിരിഞ്ഞു നോക്കാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ബാഗിലുള്ള ഡ്രസ്സൊക്കെ അവൻ വാർഡ്രോപ്പിൽ വെച്ചുകൊണ്ടിരുന്നു. അനു ഹീൽസ് അയച്ചു ബെഡിന് താഴെ അലക്ഷ്യമായി ഇട്ടുകൊണ്ട് ബെഡിൽ കയറി കിടന്നു. അവൻ വാർഡ്രോപ്പ് അടിച്ചുകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ അയച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവൾ അയച്ചിട്ടിരുന്ന ഹീൽസ് തട്ടി തന്നെ അവൻ ബെഡിൽ അവളുടെ മേലേക്ക് വീണു.